എൻ്റെ ഫ്രണ്ട് മിനിഞ്ഞാന്ന് അവൻ്റെ ഫോൺ എടുത്തിട്ട് ഒരു QR കോഡ് സ്കാൻ ചെയ്തു. സംഭവിച്ചത് എന്താ? അപ്പോൾ അതിൻ്റെ 10,000 രൂപ പോയി. യഥാർത്ഥത്തിൽ എന്താണ് നടന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അവന് വേണ്ടി ഒരു ഹെഡ്ഫോൺ വാങ്ങാൻ വേണ്ടി ഒരു ഷോപ്പിൽ പോയതാണ്. അവൻ ഹെഡ്ഫോൺ വാങ്ങി അതിന്റെ പേയ്മെന്റ് നടത്താൻ പോകുന്ന സമയത്ത് ആ QR കോഡ് ആക്ച്വലി ഡ്യൂപ്ലിക്കേറ്റ് ആയിരുന്നു. ഏതോ സ്കാമർ ഒറിജിനൽ QR കോഡിന് പകരം ഡ്യൂപ്ലിക്കേറ്റ് QR കോഡ് അവിടെ ഒട്ടിച്ചു വെച്ചു. നടന്നത് എന്താ? കടയിലേക്ക് പോകേണ്ട പൈസ നേരെ ആ സ്കാമറിന്റെ അക്കൗണ്ടിലോട്ട് പോയി. ഇത്തരത്തിലുള്ള ചതി ഒരുപക്ഷെ നിങ്ങൾക്കും പറ്റിയേക്കാം. കാരണം ഇന്ത്യയിൽ വ്യാപകമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു തട്ടിപ്പാണിത്. ശ്രദ്ധിക്കേണ്ട ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഏത് ഷോപ്പിൽ പോയി QR കോഡ് സ്കാൻ ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ട് ആ ഷോപ്പിലെ ആളോട് ചോദിക്കുക ഇത് നിങ്ങളുടെ കടയുടെ QR കോഡ് തന്നെയാണോ എന്ന്. രണ്ടാമത്തെ കാര്യം, നമ്മൾ എപ്പോൾ QR കോഡ് സ്കാൻ ചെയ്യുന്ന സമയത്തും ആരുടെ പേരിലാണോ UPI അക്കൗണ്ട് ഉള്ളത് അവരുടെ പേര് അതിന്റെ താഴെ വരാറുണ്ട്. സോ നിങ്ങൾ കടക്കാരുമായി വെരിഫൈ ചെയ്യുക ഇത് നിങ്ങളുടെ പേര് തന്നെയാണോ എന്നുള്ള കാര്യം. മൂന്നാമത്തെ കാര്യം, റാൻഡം ആയിട്ട് പല സ്ഥലങ്ങളായി ഒട്ടിച്ചു വെച്ച QR കോഡുകൾ സ്കാൻ ചെയ്യാതിരിക്കുക. ഇത്തരത്തിൽ എന്തെങ്കിലും തട്ടിപ്പിന് നിങ്ങൾ ഇരയാവുകയാണെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് 1930 എന്ന നമ്പറിൽ ഡയൽ ചെയ്ത് നിങ്ങളുടെ കംപ്ലൈന്റ് അപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോകൾക്കായി ബോസ്വാല മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. Bosswala. Be the boss.